സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തീരുമാനമാണ്. ഈ വേദി കഴിഞ്ഞ വർഷം ഇതിന്റെ സംഘാടകൻ എന്നെ വിളിച്ചിരുന്നുവെങ്കിലും തിരക്ക് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വർഷം സംഘാടകൻ വിളിച്ചില്ല. സൂക്ഷ്മമായി നോക്കിയാൽ ഈ വണ്ടിയിലെ ഡ്രൈവർ നമ്മളല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണക്കാർക്ക് അജ്ഞാതവും സവിശേഷ ജന്മങ്ങൾക്ക് ജ്ഞാതവുമായ ഒരു നിയമമാണ് ഈ പ്രപഞ്ചത്തെ ചലിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഭഗവാന്റെ ആ നാമങ്ങൾ മുഖരിതമായ ഒരു അന്തരീക്ഷം സംജാതമായിരുന്നു. ഈശ്വരനാമങ്ങൾ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അത്ഭുതകരമായ ഒരു ചൈതന്യ മണ്ഡല രൂപം. അത്തരമൊരു ചൈതന്യ മണ്ഡലത്തിനുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശ്വപീഡാവഹത്തി എന്ന വിഷയമാണ്. ഇത്തരം വലിയ വിഷയങ്ങളൊന്നും സംസാരിക്കാനുള്ള പ്രാമാണ്യത എനിക്കില്ല, ആധികാരികത തീരെയില്ല. നിങ്ങളിൽ പലർക്കുമുള്ള അത്രയും നാരായണീയ പരിജ്ഞാനവും എനിക്കില്ല. പക്ഷെ ഭഗവാൻ എന്നോടാണ് സംസാരിക്കാൻ പറഞ്ഞത്. മൂകം കരോമി വാചാലം പങ്കും ലംഘ്യതേ യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. അവൻ മൂകനെ വാചാലനാണ്. നിങ്ങളെല്ലാവരും പണ്ഡിതന്മാരാണ്, പക്ഷെ നിങ്ങളോട് ഭഗവാൻ സംസാരിക്കാൻ പറഞ്ഞില്ല. താരതമ്യേന പാവങ്ങളായ എന്നോടാണ് സംസാരിക്കാൻ പറഞ്ഞത്. മുടവനെ അവൻ മല കഴിച്ചും പന്തും ലംഘയതേയും തമഹം വന്ദേ പരമാനന്ദ മാധവം. കൽക്കണ്ടത്തുണ്ടുപോലെ മധുരമാണ് ആ മാധവം എന്ന് പറയുന്ന ശബ്ദം. മധുരം മധുരം ഹരിനാമം നിമിഷം. മധുരം മധുരം ഹരിനാമം നിമിഷം. അതങ്ങനെ അലയായിട്ട് ഉയരുന്തോറും ഈ മാധുര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹരിനാമം എന്നത് കൽക്കണ്ടത്തുണ്ടുപോലെ മധുരമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓടിക്കൂടിയ തേനീച്ചകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. മണിനീച്ചയൊക്കെ വന്നിട്ടില്ല. അതായത് മണിനീച്ച മലത്തിലേക്ക് പോകും. എവിടെ വൃത്തികേടുണ്ടോ അവിടെ പോയിട്ടിരിക്കും. തേനീച്ച നേരെ ഉള്ളിടത്തേക്ക് പോകും. ഹരിനാമം മധുരമാണ് എന്ന് അറിഞ്ഞിട്ട് കാറുകൾ താണ്ടി എത്തിയവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അവിടെ ഭഗവാന്റെ അത്ഭുതങ്ങൾ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഉടൻ തന്നെ മല കഴിക്കുന്നവൻ, മൂകനെ വാചാലനാക്കുന്നവൻ നമ്മുടെ എല്ലാം ജീവിതത്തില് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അറിയില്ല. അതുകൊണ്ടാണ് നാരായണത്തിൽ പറയുന്നത് ദുർലഭ്യ വസ്തുവായ ഭഗവാൻ എളുപ്പമല്ല കിട്ടാൻ. ദുർലഭ്യം. അവിടെ ആരും സംസാരിക്കുന്നത് നമ്മൾ സംസാര ദുഃഖമുള്ളതുകൊണ്ടാണ് ഇവിടെ കൂടിയത്. എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞത് സംസാര ദുഃഖത്തിന്റെ ആധിക്യത്തിലാണ് നമ്മൾ കൂടിയത്. എന്നിട്ട് സംബന്ധിച്ചില്ല, എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ദുർലഭ്യ വസ്തുവായ ഭഗവാനെ നമുക്ക് നമ്മുടെ കൈകരത്തിൽ കിട്ടിയിട്ട് പോലും നമ്മൾ അതിനെ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ലല്ലോ. അന്യമൂർത്തികളുടെ പിന്നാലെ നമ്മൾ പോവുകയാണല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പീഡനം അവസാനിപ്പിക്കാൻ, എല്ലാ വ്യാപൃതിയും അവസാനിപ്പിക്കാൻ, എല്ലാ ദുഃഖങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുന്ന താരക മന്ത്രം ഈ കലികൽമഷത്തിൽ നിന്ന്, ഈ പറഞ്ഞ സംസാര ദുഃഖത്തിൽ നിന്ന് നമ്മെ കടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഏകത്തോളം
വള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വലിയ കപ്പലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ടൈറ്റാനിക്. കപ്പൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ടൈറ്റാനിക് ഇടിച്ചു പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു കൈത്തോണിയുണ്ട്. നാമമാഹാത്മ്യത്തിൽ വിശ്വസിക്കുന്നവർ, അവർ ഭക്തിയോഗത്തിന്റെ ആൾക്കാരാണ്. ഞാനീ പറയുന്നത് പലതും യുക്തിക്ക് നിരക്കാത്തതാണ്. ഭക്തിയിൽ യുക്തിയില്ല. സനാതന ധർമ്മത്തിന്റെ മാത്രം സവിശേഷതയാണ് ഇതൊരു സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ആരെങ്കിലും ഇപ്പോ ചെറിയ കടകളിൽ പോകാറില്ല. എന്താ ചെറിയ കടയിൽ പോകാൻ? എല്ലാം നിൽക്കുന്ന കടയിലേക്ക് പോയാൽ മതി നമുക്ക്. അതുകൊണ്ട് നമ്മൾ എറണാകുളത്ത് പോയാൽ ലുലു മാളിലേ പോകും. നമ്മുടെ നാട്ടില് ഇതൊക്കെ കിട്ടുന്നതാണ്. എല്ലാം കിട്ടുന്ന കടയിലേക്ക് നമ്മൾ പോകും. ഇവിടെ ഈ ഭഗവാനെ ഈശ്വരനാമം, ആ ഈശ്വരനാമം ഭക്തിയോഗത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ സനാതന ധർമ്മിയായ ഒരാൾ യുക്തി ബോധത്തോടുകൂടി പറയുകയാണ് അങ്ങനെ ഒരു നാമം നിങ്ങൾ രക്ഷിക്കില്ല. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനേകം യോഗമാർഗങ്ങൾ, അനുഷ്ഠാന വഴികൾ വ്യവസ്ഥപ്പെടുത്തിയ ലോകത്തിലെ ഏക ധർമ്മമാണ് ഈ സനാതന ധർമ്മം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഇതിലൂടെ അല്ലാതെ നിങ്ങൾ ദൈവത്തെ സമീപിക്കില്ല എന്ന് പറയുന്ന മതമല്ല നമ്മുടെ. ചില മതങ്ങൾ പറയും ഇത് മാത്രമാണ് വഴി, ഇത് മാത്രമാണ് സത്യം, ഈ വഴി പോയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിടിക്കത്തില്ല. ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞത്? ഇതിന്റെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങളും നീതിന്റെ കുടുംബവും നശിച്ചു പോകുമെന്നല്ല ഭഗവാൻ പറഞ്ഞത്. ഇതിന്റെ രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമായിട്ടുള്ള ഞാൻ പറഞ്ഞതെന്നോ അർജുനോട് പറയുന്നത്, സാധാരണക്കാരനല്ല. നീ ഇതിനെ സമൂലം വിമർശിച്ചു നോക്കുക, വിമർശിക്കൂ. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. എന്നിട്ട് നിനക്ക് സ്വീകാര്യമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ സ്വീകരിച്ചാൽ മതി. അങ്ങനെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുള്ള ലോകത്തിലെ ഏക ധർമ്മം ഹിന്ദു ധർമ്മമാണ്. ബാക്കി ഒരു ധർമ്മത്തിന് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഭക്തിയോഗത്തിന്റെ അന്തർയോഗം നടക്കുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് വേണമെങ്കിൽ യുക്തിവാദികൾക്ക് ഒരു യോഗം നടത്താം. അനേകം മാർഗങ്ങളുണ്ട് നമുക്ക്. ഇപ്പൊ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ജ്ഞാനയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, രാജയോഗം. ഇതാണ് 4 പ്രധാന വഴികൾ. ഇനി സംഗീത യോഗം അല്പം മുമ്പുള്ള ഒരാൾ പാടിയില്ലേ, അതിമനോഹരമായ ഒരു ഗണേശസ്തുതി പാടിയില്ലേ. കുറച്ചു മുമ്പ് അവിടെ ആർക്കും സംസാരിക്കുമ്പോൾ ഭംഗിങ്കരനെ അദ്ദേഹം സൂചിപ്പിച്ചു ഞാൻ പാട്ടുകാരനാണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ പാട്ടുകാരനാണ്. സംഗീത യോഗമാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാലക്കാട്ടുകാരൻ, അദ്ദേഹം സംഗീത യോഗത്തിലൂടെ സമാധി സിദ്ധിച്ച ആളാണ്. പാടിക്കൊണ്ടിരിക്കുമ്പോ സമാധിയാവുകയാണ് സംഗീത യോഗം എന്ന് പറയുന്നത്. കലകളൊക്കെ ഈശ്വരനിലേക്ക് എത്താനുള്ള യോഗമാർഗം. ഇപ്പൊ ജ്ഞാനയോഗം അനുശാസിച്ച് ഈശ്വരനെ യുക്തിയുക്തം ചിന്തിച്ച് അതെന്താണ്? അത് ബൗദ്ധികമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ വ്യാപരിക്കുന്നത്. ഇനി ചില എല്ലാവരും ബൗദ്ധികമായി ഉയർന്ന തലത്തിലായിരിക്കില്ല, അവിടെ ബന്ധമൊന്നുമില്ല. മനസ്സ് അഥവാ ഹൃദയം, ഈ ഹൃദയത്തിന്റെ തലം എന്ന് പറയുന്നത് വൈകാരികതയുടെ തലമാണ്, വികാരത്തിന്റെ തലമാണ്. ബുദ്ധിയുടെ തലം എന്ന് പറയുന്നത് വിചാരത്തിന്റെ തലമാണ്. ബുദ്ധിയുടെ അഥവാ വിചാരത്തിന്റെ തലം എല്ലാവർക്കും പറഞ്ഞിട്ടില്ല.
ഹൃദയത്തിന്റെ അഥവാ വികാരത്തിന്റെ തലവും എല്ലാവർക്കും പറയുന്നില്ല. രാജയോഗം എന്ന് പറയുന്നത് ഘടയോഗികളൊക്കെ ചെയ്യുന്ന പ്രാണായാമവും ശാരീരിക വ്യായാമങ്ങളും എല്ലാം അടക്കണം. അത് ശക്തമായ ശരീരം ആവശ്യമാണ്. ജന്മന തന്നെ രോഗങ്ങളുള്ളവർക്ക്, തകരാറുകളുള്ളവർക്ക് ആ വഴി പറ്റില്ല. എന്നാൽ ബഹുഭൂരിപക്ഷം സമൂഹത്തിന് പറ്റുന്ന ഒരു വഴിയുണ്ട്. അതാണ് ഭക്തിയോഗത്തിന്റെ വഴി. അപ്പൊ നാരായണീയത്തിലേക്ക് നമ്മൾ കടന്നാൽ അത് ഭക്തിയോഗത്തിന്റെ വഴിയാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന് പറയുന്നത് ശുദ്ധമായ ഭക്തിയോഗത്തിന്റെ വഴിയാണ്. നാരായണീയം അദ്ദേഹം പണ്ഡിതനല്ലായിരുന്നു. മേൽപ്പത്തൂരിനെ പോലെ ഒരു പണ്ഡിതൻ. എനിക്ക് നാരായണീയത്തിന്റെ പല വരികളും കടിച്ചപ്പൊട്ടാത്ത വരികളാണ്. അത്ര ഗംഭീരമായ സംസ്കൃതമാണ്. ഒരു പുരാണത്തിൽ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. പാണ്ഡിത്യം ഉണ്ടാകും, അഹങ്കാരം ഉണ്ടാവും. മേൽപ്പത്തൂരിൽ ആ പണ്ഡിതനാണ് എന്നൊരു അഹങ്കാരം. ആരോഗ്യ എഴുതുന്നത് ഭഗവാന്റെ മുമ്പിൽ, ആരുടെ കാര്യം എഴുതുന്നത് ഭഗവാന്റെ കാര്യം. എന്നിട്ടും മേൽപ്പത്തൂരിന് ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഈ കളിയൊക്കെ പുള്ളി പണ്ടേ ഇട്ടതാ ഭഗവാൻ. ഏത് ആ 5000 വർഷം കൊണ്ട് കുരുക്ഷേത്രത്തിൽ വെച്ചതുപോലെ ചക്രം പഠിപ്പിച്ചതാണ് അർജുനൻ. ഒരു നിമിഷം അർജുനന് തോന്നി ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നും പിന്നെ നാരായണൻ, ഞാൻ പോയിട്ട് പാലക്കാട് നാരായണൻ നടക്കും. നമ്മുടെ ധാരണ ഞാൻ പോയിട്ട് ഇത് നടക്കില്ല. എന്റെയും നിങ്ങളുടെയും ധാരണ. അപ്പൊ മേൽപ്പത്തൂരിനും ഈ ധാരണ ഉണ്ടായി. അപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അന്നേരം ഭഗവാൻ വിളിച്ചത് പൂന്താനത്തെ, മേൽപ്പത്തൂരിനെ വിളിച്ചു. ആ ധാരണ നമുക്ക് എപ്പോൾ ഉണ്ടാകുമോ അപ്പം അദ്ദേഹത്തിന്റെ നമ്പര് എല്ലാം മൊബൈൽ നമ്പറാണ് നമ്മുടെ കയ്യിൽ ഡിജിറ്റ്. ഇത് അർജുനന് തോന്നി അഹങ്കാരം. കുരുക്ഷേത്രത്തിൽ നടുക്ക് എത്തിയപ്പോ അർജുനൻ പറഞ്ഞു കൃഷ്ണനോട് ഓരോ വണ്ടി എഴുതുന്നത് മാറ്റി. ഇങ്ങനെയാണ് പറഞ്ഞത്. പശ്ചാത്തലത്തിലെ രഥം സ്ഥാപനമേക്ഷുതാന്നൊക്കെ സംസ്കൃതത്തിൽ പറഞ്ഞു അല്ലേ? ഇത് എങ്ങനെയാണ് പറഞ്ഞത്? മലയാളത്തിൽ പറഞ്ഞാലോ വണ്ടി എഴുതുന്നത് മാറ്റി. അപ്പൊ ഈ അർജുനന്റെ ധാരണ എന്താ? ഇയാളുടെ കാക്കയോ എന്തിനാണ് മാറ്റിയിട്ടാണ് പറഞ്ഞത്? ഞാൻ അടുത്ത നിമിഷം ആരുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് കാണട്ടെ. ആര്? ഞാൻ കാണട്ടെ. ഈ ഞാനുണ്ടല്ലോ സംസ്കൃതത്തിൽ കൊണ്ടുവരാൻ മനസ്സിലാവും. അഹം, അഹംഭാവം, അഹങ്കാരം, അതിന്റെ ആധിക്യത്തിൽ നിന്നാണ് അർജുനൻ പറയുന്നത് വണ്ടിയെ മാറ്റിയിട്ട് രഥം മാറ്റിയിട്ട്. എന്താ ഇയാളുടെ കണ്ടിട്ട് ഇയാളുടെ ജീവിതകാലം മുഴുവൻ ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രകടനമാണ് നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള പഠനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി ദിവ്യായുധങ്ങൾ സംഭരിക്കുകയായിരുന്നു. ആരോടാണ് ഉണ്ടാക്കി പോകുന്നത് അതിന് വളരെ നേരം തന്നെയാണ്. പിന്നെ ഇതിനെ സവിശേഷമായിട്ടൊന്നും കാണണമെന്ന് തോന്നുന്നത് ഞാനാണ് ഇവരെയൊക്കെ കൊല്ലാൻ പോകുന്നത്. മംഗളാപുരം കണ്ണൻ എഴുതുന്നത് പോലെ എഴുതുന്നിരിക്കാമെന്ന് കരുതിയിട്ട് പോയതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ പെരുവെല്ലെ ഒരു വിറകേറി ഉച്ചി വരെ എന്നിട്ട് പറഞ്ഞു ഗാന്ധീവം സംസദേ ഹസ്താ പരിതേക്കലേ. പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയ കുട്ടിയുടെ അവസ്ഥയിൽ ആകെ വിറച്ച് നേരത്തെ കുളിച്ച് ഈ ഗാന്ധീവം ഇയാളുടെ കയ്യിലുള്ള ഏഴ് സാധനമാണ് ഈ ഗാന്ധീവം. അത് പഠിക്കും. വേർത്ത് കുളിച്ച് തളർന്ന് തേർത്തിട്ട് വീണു. എന്നിട്ട് ഗീത കൃഷ്ണനെ ഉപദേശിച്ചു. നമ്മളത് വെച്ചിരിക്കുന്ന കൃഷ്ണ അർജുനെ ഉപദേശിക്കുന്നില്ല. അങ്ങനെയല്ല ഉണ്ടായത്. നേരെ തിരിച്ചാകുന്നത് കൃഷ്ണനെ ഉപദേശിച്ചു. കൃഷ്ണ നമ്മുടെ ഈ മലയുടെ ഹിന്ദുക്കളൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ. ഇതൊന്നും ഒരു കാര്യമില്ല. ഇതിലോട്ട് ചെയ്യണം. ആര്യത്തെ നമുക്കുണ്ട അങ്ങനെ പറയുന്നത്. കൃഷ്ണ ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. ഈ വിജയം കൊണ്ടല്ല രാജകീയ സുഖങ്ങളൊക്കെ എന്താ പിന്നെ എന്തിനാണ്
എന്തായിരുന്നു അർത്ഥമില്ലാത്തത്? മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എസ്കേപ്പിസം എന്ന് പറയുന്ന ഒരു രോഗമാണ്. റിയാലിറ്റി നമ്മൾ ഓടി രക്ഷപ്പെടാൻ വേറെ കാര്യം പറയും. പൊതുവെ ഹിന്ദുക്കളുള്ള സ്വഭാവം, പൊതുവെ ഹിന്ദുവിന്റെ പ്രതിനിധിയാണ് അർജുനൻ എന്ന് പറയുന്നത്. ഒന്നാമത് എസ്കേപ്പിസ്റ്റാണ്. റിയാലിറ്റി ഓടി രക്ഷപ്പെടുക, ജീവിത യാഥാർത്ഥ്യത്തിൽ ഓടി രക്ഷപ്പെടുക. അയാളാണ് കൃഷ്ണൻ ഉപദേശിച്ചത്. ഇയാളുടെ അഹങ്കാരം കളയാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഉപദേശിച്ചത്. അത് ജ്ഞാനയോഗത്തിനാണ്. ആ ജ്ഞാനയോഗത്തിൽ തന്നെ കർമ്മയോഗത്തെക്കുറിച്ചും ഭക്തിയോഗത്തെക്കുറിച്ചും കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഭക്തിയോഗമാണ്. നാരായണീയ ഭക്തിയോഗത്തിന് വഴിയാണ്. ആ ഭക്തിയോഗം എന്ന് പറയുന്നത് ഭഗവാനെ വൈകല്യമായി സമീപിക്കുക. ഇത് ആർക്കും സാധ്യതയായി വലിയ ബുദ്ധിജീവിയൊന്നുമാണ്. ഭഗവാൻ എന്റെ സ്വന്തമാണ്, ഭഗവാൻ എന്റെ മകനാണ്, ഭഗവാൻ എന്റെ കെട്ടിയോനാണ്, ഭഗവാൻ എന്റെ വേലക്കാരനാണ്. ഏത് ഭാവനയാണ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണല്ലോ പലപ്പോഴും ഭഗവാനുള്ള വേലക്കാരനാണ്. ഇങ്ങനെ പറയുന്നതൊക്കെ അല്ലേ? 2000 രൂപ മുടക്കി ഗുരുവായൂർ പോകുന്ന അയൽവക്കത്തെ ചേട്ടന്റെ തല ചക്കരകളും ജാഗ്രത പറയാനില്ല. ആ ഭഗവാനെ വേണമെന്ന് പറയാൻ വേണ്ടി ഗുരുവായൂർ പോകുന്നത് വളരെ നമ്മൾ 12,000 രൂപ മുടക്കി കാറിനൊക്കെ അടിച്ച് അല്ലെങ്കിൽ ബസ്സിൽ ഇവർക്ക് വിളിച്ച് പോകുന്നത് തൊട്ട അയൽവക്കത്തെ പടം താമസിക്കുന്നത് തല ചക്കരകളും ജാഗ്രത എന്ന് പറയാൻ വേണ്ടത്. ഈ വാടക കൊലയാളിയാകാനാണോ ഗുരുവായൂർ അവിടെ ചെയ്യുന്നത്? പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ മേൽപ്പത്തൂർ സഖാൽ ഭാഗവതം, ആ ഭാഗവതത്തെ സാരസംക്ഷിപ്തമാക്കി ക്രോഡീകരിച്ച് നാരായണീയം എന്ന അമൃതശക്തിയായ കാവ്യം നമുക്ക് തന്നു. നമ്മൾ അതിനെ അനുസന്ധാനം ചെയ്യുകയാണ്. ഈ ജീവിതത്തിൽ തന്നെ ഭഗവാനിൽ ലയിച്ചു ചേരണം എന്നത് മാത്രമല്ല, അത് സ്വാർത്ഥ ഭക്തിയാണ്. ഭക്തി പലതരത്തിലും പരാർത്ഥമായി ചിന്തിക്കുമ്പോഴേ അത് കർമ്മയോഗം എന്ന് പറയുന്ന പരാർത്ഥമാണ്. ഇവിടെ ഞാൻ നമ്മൾ സേവാഭാരതി എല്ലാവരുടെയും പുറത്ത് സേവാഭാരതി. എന്താ ഈ സേവാഭാരതി? ഇയാളുടെ വീട്ടിലേക്ക് മക്കൾക്കും ഭാര്യയ്ക്കും ഉള്ള സമ്പാദിക്കുന്നതാണോ സേവാഭാരതി? അല്ല. ഭാര്യയും മക്കളും വെള്ളപ്പൊക്കത്തിൽ മുന്നിച്ചാകാൻ പോകുന്നു എന്ന് കണ്ടിട്ടും അയൽവക്കക്കാരെ രക്ഷിക്കാൻ പോകുന്നതാണ് സേവാഭാരതി. ഇപ്പം വയനാട്ടില് വെള്ളപ്പൊക്കം ഒരു ഉരുൾപൊട്ടി, ഞാൻ പോയിരുന്നു അവിടെ കാണാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മൾ കാണുന്ന കാഴ്ച, ഒരു മലയുടെ പൊക്കത്തിലാണ് വെള്ളം വന്നത്. അങ്ങനെ വന്ന് ഓരോ സ്ഥലത്തും രക്ഷിക്കണം എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ വരുമ്പോ എല്ലാവരും സ്വയരക്ഷയാണ് നോക്കുന്നത്. പക്ഷെ സേവാഭാരതിന്റെ 2 ചെറുപ്പക്കാരെ സ്വയരക്ഷ നോക്കിയില്ല. അവർ കയ്യിൽ കിട്ടിയ വണ്ടി എടുത്തിട്ട് ഈ പുഴയ്ക്ക് സമാന്തരമായി യാത്ര ചെയ്തു. ഓരോരുത്തരും വേണ്ടി രക്ഷിച്ചു. അതിൽ തോമസ് ഉണ്ടായിരുന്നു, മുഹമ്മദ് ഉണ്ടായിരുന്നു, ഗോപാലൻ ഉണ്ടായിരുന്നു. അവർ മതം നോക്കിയില്ല, ജാതി നോക്കിയില്ല, രാഷ്ട്രീയം നോക്കിയില്ല, കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, ഇത് നോക്കിയില്ല. പക്ഷെ ആ ഉരുൾപൊട്ടില്ല, 2 പേരും മരിച്ചു. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. യഥാർത്ഥ കർമ്മയോഗം അതാണ്, പരാർത്ഥമായി ചെയ്യുന്നതാണ്. ഭക്തിയോഗത്തിലും പരാർത്ഥമാകുമ്പോൾ മാത്രമേ ഭക്തിയോഗമാകും. മറ്റേ സ്വാർത്ഥഭക്തി ഞാൻ പറഞ്ഞില്ലേ, 2000 രൂപ മുടക്കി ഗുരുവായൂർ രൂപ ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ എന്തൊക്കെ ചെയ്യാനാ. അപ്പൊ ഇവിടെ നാരായണൻ അതിന്റെ അന്തസ്സത്തെ നമ്മൾ ചർച്ച ചെയ്യണം. വിശ്വവീണാഭക്തി, ഈ പ്രപഞ്ചം ഇത് അശാശ്വത ദുഃഖാലയമാണ്. തിരിച്ചറിയാമോ? അശാശ്വത ദുഃഖാലയമാണ്. ഇത് ശാശ്വതമല്ല ഈ പ്രപഞ്ചം. പക്ഷെ നമ്മൾ ഈ സമ്പാദിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ആചന്ദ്രകാലം ഈ ഭൂമിയിൽ ഞാൻ കെട്ടിപ്പൊക്കിയ ഈ മണിമേടയിൽ കഴിയും എന്ന ധാരണ ചെയ്യുന്നത്. നമ്മള് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു വീട് വെക്കുന്നു, അതിനെ AC ചെയ്യുന്നു, വില കൂടിയ കാർ വാങ്ങുന്നു,
കിടക്കേണ്ടതാണ് എന്ന് ചിന്ത ഉണ്ടാകാറുണ്ടോ? ഇല്ലേ ഇല്ല. എനിക്ക് മരണമില്ല, അയ്യപ്പനും എല്ലാവരും മരിക്കും, എനിക്ക് മരണമില്ല, ഈ ചിന്തയില്ല. മായയാഗ്രഥിതമാണ് നമ്മളുടെ എല്ലാ മനസ്സ്. അശാശ്വതമായ ഈ ദുഃഖാലയത്തിൽ പെട്ടിരിക്കുന്ന എനിക്ക് കൽക്കണ്ടം പോലെ മധുരിക്കുന്ന ഈ ഭഗവാന്റെ നാമം അവിടെ സായുജ്യം അറിയണം എന്ന ചിന്തയോടുകൂടി പരിശ്രമിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിന്റെ ദുഃഖവും വരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആത്മവിശ്വാസമാണ്. എന്റെ മകളുടെ കല്യാണം നടക്കണം, എന്റെ മരുമകന് പ്രമോഷൻ കിട്ടണം, എന്റെ മകന് ഉദ്യോഗം കിട്ടണം, എന്റെ ഭർത്താവ് മിണ്ടാതൊരു മൂലയിരിക്കണം. അപ്പൊ നമ്മൾ സംസാരിക്കും. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥനയത്. ഞാൻ ഭർത്താവ് സ്ത്രീകളിലാണ് ഈ ഭർത്താക്കന്മാരുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാ ദിവസവും നാരായണ പോയാൽ മതി അപ്പൊ ഇവിടെ നമ്മളുടെ ഈ പ്രാർത്ഥനയിൽ ആത്മമോക്ഷത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ എന്താ പറയുന്നത്? ആത്മമോക്ഷാർത്ഥം ജഗത്പിതായി നാരായണൻ പറയുന്നത് വിശ്വവിധാനത്തെ എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് നാരായണൻ. ഈ പ്രപഞ്ചത്തിന്റെ ദുഃഖത്തിന്റെ നിർത്തി ആത്മമോക്ഷാർത്ഥം, ആത്മാവിന്റെ മോക്ഷത്തിനും ജഗത്തിന്റെ ഹിതത്തിനും ഈ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ മോഹയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ദുഃഖം, നമ്മുടെയൊക്കെ ദുഃഖം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ദുഃഖം. കണ്ണു തുറന്ന് ചുറ്റിലും നോക്കിയാൽ നമുക്കിത് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. അത്തരമൊരു ഗതികെട്ട കാലത്താണ് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ നവോത്ഥാനം ഉണ്ടാകും. കേരളത്തിൽ 16ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു സാമാജിക അപജയമുണ്ട്. ജാതീയമായി ഹിന്ദു സമൂഹം പരസ്പര സ്പർദ്ധയോടുകൂടി തമ്മിലടിച്ച് എല്ലാ തരത്തിലുള്ള അസാധാരണ പ്രവണതകളും, ഇന്നത്തെ പോലെ മദ്യത്തിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉണ്ടായ കാലമാണ്. ഇന്നത്തെ സമൂഹത്തിൽ മദ്യം മയക്കുമരുന്ന് വലിയ പ്രശ്നമാണ്, വർദ്ധിച്ചു വന്ന പ്രശ്നമാണ്. ഞാൻ കോഴിക്കോട് കേസരിയിലാണ് കുറച്ച് വർഷമായിട്ടുള്ളത്. കേസരി ഭവനില് കേസരി നടത്തുന്ന കോളേജ് ജേർണലിസം കോളേജ്, വേറെ ഒരു കോളേജ് നടക്കുന്നത്. ജേർണലിസം കോളേജിൽ കുട്ടികൾ കുറച്ചേ ഉള്ളൂ, അധികം പേരൊന്നുമില്ല. മറ്റേ കോളേജില് വേറെ ഏതെങ്കിലും വിഷയങ്ങൾ പഠിപ്പിക്കുന്ന വിദേശത്തേക്ക് പോകാൻ, വെള്ളം വിദേശത്തേക്ക് പോകണത് അവരുടെ ഓണാഘോഷം ഉണ്ടായിരുന്നു. എനിക്ക് പല കുട്ടികളെ നല്ല പരിചയമുണ്ട്. രാവിലെ 8 മണിക്ക് അവർ തുടങ്ങിയ ഡാൻസ് രാത്രി 7 മണിക്ക് അറിയുന്നത്. കേസരി ഭവന്റെ പരമേശ്വര ഹാളിൽ ഡാൻസ് നടക്കുന്നത് ലൈറ്റ് കിട്ടുന്ന ഡി ജെ ഡാൻസ്, അതായത് നാരായണ പറയാനൊന്നുമില്ല, ഡി ജെ ഡാൻസ്. ഈ ഡാൻസ് കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേരോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഓണാഘോഷം? ഓണാഘോഷം മൊത്തത്തിൽ ഒരു കുഴയാണ് പത്രം പറയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കിട്ടുന്ന ഈ ഉപമാവോ അല്ലെങ്കിൽ എന്തായാലും സേവയൊന്നും കൊള്ളാൻ പറ്റില്ല. വേറെ സേവയുണ്ടെങ്കിലേ കൊള്ളാൻ പറ്റുള്ളൂ, അല്ലേ? അത്തരം സേവനത്തിൽ കഴിയുന്ന തുല്യൊന്നും വൈകുന്നേരം എനിക്ക് മനസ്സിലായി. നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. 16ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഹിന്ദു സമൂഹം നേരിടുന്ന ഇതേ പ്രശ്നമാണ്. അപ്പോഴാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്നത്, അധ്യാത്മ രാമായണം നമുക്ക് തന്നത്. ആ അധ്യാത്മ രാമായണം നമ്മളെ ഇത്തരം സാമൂഹ്യ അപജയത്തിൽ നിന്ന് കരകയറ്റാൻ പ്രാപ്തരാക്കി. സമാനമായിട്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നാരായണ ഭട്ടതിരി കൂട്ടാൻ ഒത്തുവരുന്നത്. ഇപ്പൊ ഭാരതത്തിന്റെ ചരിത്രം നോക്കിയാൽ നമ്മൾ ഇത് ഭക്തി പ്രസ്ഥാനം എന്നാ പറയാം. അപജയം ഉണ്ടായപ്പോഴൊക്കെ ഭക്തി പ്രസ്ഥാനം ഉണ്ടായി. കേരളത്തിലല്ല, ഭാരതത്തിൽ സത്യതുക്കാരം വന്നു, ഭക്തവീരം വന്നു. എപ്പോൾ സമൂഹത്തിൽ അഭിപ്രായം ഉണ്ടായോ അപ്പോഴൊക്കെ നവോത്ഥാനം സംഭവിച്ചത്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ പീഡ പരിഹരിച്ചത്, ലോകത്തിന്റെ പീഡ പരിഹരിച്ചത് ഭക്തി പ്രസ്ഥാനത്തിലൂടെയാണ്. യുക്തിവാദികൾ ഈ ഭക്തിയെ തള്ളി പറയുന്നുണ്ടോ? അത് വേറെ വഴിയില്ലാതെ പോലും നാം എഴുതിയത്
പക്ഷെ നമ്മുടെ സമൂഹത്തിന് ഇത്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ സമൂഹത്തിന്റെ ആരോഗ്യവും ആയുസ്സും ആയുരാരോഗ്യ സൗഖ്യം നമ്മൾ നാരായണീയം പറയുന്നത് അല്ലേ? അപ്പം ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഉപാസനയുടെ വഴിയാണ് ഭക്തിയോഗം. ആയുസ്സും ആരോഗ്യവും ആർക്കൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കല്ല, എനിക്ക് വേണമെന്നല്ല, ആയുസ്സും ആരോഗ്യവും വേണം. എന്റെ സമൂഹത്തിനും അത് വേണം. എന്റെ മകൻ നന്നാവണം, അയൽപക്കത്തെ കല്യാണിന്റെ മകൻ ഓടെ കിടക്കണം, അത് കാണുമ്പോൾ സന്തോഷം. നമുക്ക് വെള്ളമൊഴിച്ച് ഓടെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പൊ നാരായണ പോയി, നാരായണ ഓടി പോയി. വിശ്വത്തിന്റെ പീഡയെ അപഹരിക്കാനാണ്, വിശ്വത്തിന്റെ പീഡ പരിഹരിക്കാനാണ്, വിശ്വത്തിന്റെ ദുഃഖം പരിഹരിക്കാനാണ്, പ്രപഞ്ചത്തിന്റെ ദുഃഖം പരിഹരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽ എന്റെ സഹജീവികൾ മുഴുവൻ വേണം. മനുഷ്യൻ മാത്രം പോരാടോ, ഭഗവാന്റെ ഭാഗവതം പരിശോധിച്ചാൽ മഹാഭാരതം പരിശോധിച്ചാൽ എല്ലാം ഭഗവാന്റെ നയം എന്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏവം ദുർലഭ്യമസ്തു, ഭഗവാനെ ദുർലഭ്യമാണ്, പെട്ടെന്നൊന്നും കിട്ടില്ല. ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടി, കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. മേൽപ്പത്തൂര് നിലവിട്ടിയാണ്, ഇങ്ങനെ കിട്ടിയിട്ട് നമുക്ക് എളുപ്പം ഘടകമായിട്ടും നമ്മൾ അന്യ ഉപാസനയിൽ പോവുകയാണല്ലോ. സകല ദുഃഖങ്ങളുടെയും വിനാശത്തിന് ഞങ്ങളിതാ നാരായണീയത്തെ ഭഗവാനെ ദൃഢചിത്തത്തോടുകൂടി പ്രാപിക്കുന്നു. പക്ഷേ മേൽപ്പത്തൂരിന്റെ വിലാപം ആരെ കുറിച്ച? മറ്റുള്ളവരെ കുറിച്ച്. ഇങ്ങനെ ഒരു വഞ്ചി വന്ന് നിൽക്കുകയാണ്, വെള്ളം പൊത്തി വരികയാണ്. കേൾക്കൂ പോലെ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ വൈദ്യുതി മന്ത്രി എല്ലാ രാമപുരത്തോട്ട് പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട് 2 വർഷം മുമ്പ്, 2 വർഷം മുന്നേ. അന്ന് ആലുവയില് ഈ പെരിയാറിലൂടെ കൂടെ വെള്ളം വന്നിട്ട് എല്ലാ വീടുകളും മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 നില എട്ടിയ ആൾക്കാരാണ് എന്റെ വീട്ടിലുള്ള നോക്കുന്നത്. 1ാം നില മൂടിയപ്പോഴ് അമ്മൂമ്മയോട്, കാരണം മക്കളെല്ലാം കാനഡയിലാണ്, വെള്ളം കൊടുക്കാൻ ആലുവ തയ്യാറായി. ഞാൻ കേൾക്കുന്നത് അല്ലാതെ വെള്ളം കൊടുക്കാൻ മാത്രമല്ല, മക്കളെ വെള്ളം കഴിച്ചിട്ട് വേറെ സ്ഥിതി കൂടുതൽ. അങ്ങനെ ഈ വള്ളത്തെ സേവാകാലത്തിന്റെ ആൾക്കാര് ബോട്ടിൽ വെള്ളം വെച്ച് ഓരോ സ്ഥലത്തും പോയിട്ട് ആൾക്കാരെ ഇങ്ങനെ വളർന്നു കയറ്റി ഞങ്ങളില്ല, ഇവിടെ വെള്ളമൊന്നുമില്ല, താഴെ തല കൂടി. അവസാനമായിട്ട് ഇത് ലാസ്റ്റ് വഴിയാണ് കേട്ടോ എന്ന് പറയുമ്പോ ഒരമ്മ പറയാണ്, എന്റെ മക്കളെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല, നിങ്ങൾ ആകെ എനിക്കൊരു ഉപകാരം ചെയ്തുള്ളൂ, താഴത്തെ ടീ എടുത്തൊന്ന് മേൽ വെച്ച് തന്നെ, കാരണം വെള്ളം ഇറങ്ങുന്നവരെ ഇത് കണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ സമൂഹം മുങ്ങി മരിക്കാൻ പോവുകയാണ്. അപ്പോഴും നമ്മുടെ ചിന്ത എന്താണ്? ആ താഴത്തെ നിലയിലുള്ള ടീ എടുത്ത് നേരത്തെ നിലയിൽ ചെയ്താൽ എനിക്കിത് കണ്ടോണ്ടിരിക്കുക, ബാക്കി ചുറ്റിലും എന്ത് നടന്നാലും ആരൊക്കെ വെച്ചാലും എനിക്കൊരു പ്രശ്നമാണ്. അപ്പൊ ഭക്തിയാണെങ്കിലും അത് സ്വാർത്ഥ ഭക്തിയായി പോകുന്നു. ഇവിടെയാണ് മേൽപ്പത്തൂർ കഴിയാനും ഭഗവാൻ കയ്യിലിരുന്നിട്ട് നമ്മൾ അദ്ദേഹത്തെ ആശ്രയിക്കുന്നില്ലല്ലോ. ഇത് മേൽപ്പത്തൂര് അതേ മഹാപണ്ഡിതനാണ്, സാക്ഷാത് അർജുനന് പിടികിട്ടില്ല. പിന്നല്ലേ തന്റെ തേർക്കത്തിൽ തന്റെ കൈരകത്തിൽ ഖനീഭൂത ബ്രഹ്മമിരിക്കുന്നു. തേർക്കത്തിൽ കൈരകത്തിൽ ഖനീഭൂത ബ്രഹ്മമിരിക്കുന്നു. തിരിച്ചറിയാമോ അവന്? ഇല്ല. അറിഞ്ഞിരുന്നു എങ്കിൽ ഈ പടകത്തിന്റെ തമ്മിലായ കുഴഞ്ഞു വീടില്ലായിരുന്നു. 700 പരം ശ്ലോകങ്ങൾ വരുന്ന ഗീതോപദേശം മുഴുവൻ കൊടുത്തിട്ടും അർജുനന് പിടിയില്ല. ഇത് ഖനീഭൂത ബ്രഹ്മമാണ്. വിശ്വരൂപം കാണിക്കേണ്ടി വരും. ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഭഗവാൻ വിശ്വരൂപം കാണിക്കേണ്ടി വന്നു. എന്താ വിശ്വരൂപം? വിശ്വരൂപം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ത്രികാലങ്ങളിലേക്ക്, ഇത് വർത്തമാനകാലം, ഭൂതവും ഭാവിയും, ഈ
പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും ത്രികാല വ്യാപ്തത്തിൽ കാണുന്നതാണ് വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഭഗവാന്റെ അംശമാണെന്നല്ലേ എന്റെ അർത്ഥം. ആ ബോധ്യം അർജുനൻ ഉണ്ടായിരുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം. ആ ബോധ്യം അർജുനൻ ഉണ്ടായപ്പോഴാണ് ഞാനിതാ കർമ്മം ചെയ്യാൻ തയ്യാറാണെന്ന് പറയും. ഭഗവാനെ മുൻനിർത്തി ഞാൻ കർമ്മം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്, എന്റെ രഥത്തിന്റെ സാരഥി ഭഗവാനാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്. അപ്പൊ ഈ സമസ്ത പീഡകൾക്ക് പരിഹാരം എന്തായാലും പീഡകൾ നമ്മുടെ പീഡകൾക്കൊക്കെയാണ്. പീഡനമല്ലാത്തത് നാട്ടിൽ ഇവിടെ നടക്കുന്ന ഇപ്പൊ അതാണ്. എന്തൊക്കെയാണ് ഈ ദുഃഖങ്ങൾ? ആദിഭൗതികമുണ്ട്, ആധിദൈവികമുണ്ട്, ആധ്യാത്മികമുണ്ട്. വേദാന്തികളുടെ ഭാഷയിൽ ഈ 3 ദുഃഖങ്ങളാണ്. ആദിഭൗതികം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ജീവജാലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പട്ടി കഴിച്ചു ഒരു ദുഃഖമാണ്. അത് ആദിഭൗതിക ദുഃഖമാണ്. എന്റെ അമ്മാവനെങ്കിലും കേസ് കൊടുത്തു, അല്ലെങ്കിൽ അമ്മാവനെ ഞാൻ കേസ് കൊടുത്തു, അങ്ങനെയാണോ? അതൊക്കെ കേസ് കൊടുക്കും. ഇത് ആദിഭൗതിക ദുഃഖമാണ്. ഇന്നലെ ഒരാൾ ഞങ്ങളുടെ അടുത്ത് മലയാളത്തിൽ ഏക്കറ സ്ഥലമല്ല, ഉറക്കം കിട്ടുന്നില്ല. ഏക്കറ സ്ഥലം ഹൈക്കോടതിയില് 10-100 കേസുണ്ട്, സുപ്രീം കോടതിയിൽ വരെ കേസുണ്ട്. ഉറക്കം കിട്ടുന്നില്ല. ഏക്കറ സ്ഥലം ആദിഭൗതിക ദുഃഖമാണ്. ഇത് പരിഹരിക്കാം. ഇത് പരിഹരിക്കാൻ പറ്റുന്നതാണ് നാരായണീയം. അപ്പോ ആദിദൈവികമുണ്ട്. നമ്മുടെ പിതൃക്കളുടെ, നമ്മളുടെ ദേവതകളുടെ ഒക്കെ ശാപങ്ങള്, താപങ്ങള് നമ്മളെ ബാധിക്കും. നമ്മൾ ആരും തുരുത്തുകളല്ല, ഒറ്റപ്പെട്ട തുരുത്തുകളല്ല. നമുക്ക് അങ്ങനെ തോന്നും ചിലപ്പോ. ഞാൻ എന്റെ മക്കളൊക്കെ തോന്നും. അല്ല, ഒരു 3 തലമുറ അപ്പുറത്തുള്ള ഒരു അപ്പൂപ്പനുണ്ട് നമുക്ക്, 1000 തലമുറ അപ്പുറത്തുള്ള ഒരു അപ്പൂപ്പനുണ്ട് നമുക്ക്. അത്രേ അങ്ങനെ പോകണ്ട. എന്റെ അച്ഛന്റെ അച്ഛൻ അല്ലെ എന്റെ അച്ഛൻ, അവരുടെ താപങ്ങൾ നമ്മളെ ബാധിക്കുകയാണ്. എന്താണ്? വെള്ളം കൊടുത്തിട്ടില്ല, മരിക്കാൻ നേരത്ത് പോലും വെള്ളം കൊടുത്തില്ല. എന്താ വെള്ളത്തിന്റെ കാരണം? ആ തെക്കേ പുറകിലെ 2 സെന്റ് എല്ലാവരും എഴുതിയില്ല, വലിച്ചിട്ടാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ എന്തിനാ ജീവിച്ചത്? നമ്മള് ഈ മക്കളെ നന്നാക്കണം എന്തെങ്കിലും ജീവിച്ചത്. അതാണ് പറഞ്ഞ അശാശ്വത ദുഃഖാലയമാണ് ഈ പ്രപഞ്ചം. അശാശ്വതമായ ദുഃഖാലയമാണ്. അത് തിരിച്ചറിയാവുന്ന ആരാണ്? നമ്മൾ മാത്രമേ. അത് തിരിച്ചറിയാനുള്ള കട്ടുറവി ഉണ്ടാക്കാനാണ് നാരായണീയം. അത് കുറക്കാനുള്ള, അതിലേക്കുള്ള കട്ടുറവി ഉണ്ടാക്കാനാണ് ഭാഗവതം. അല്ലാതെ സപ്താഹ ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടിയിട്ടല്ല. ഫുഡ് ഫെസ്റ്റിവലാണ് ഭക്ഷ്യമേളയാണ്. ഭാഗവത ഭക്ഷ്യമേള. അതായത് എന്തെങ്കിലും പറയുന്നുണ്ടാവും, അതിനൊക്കെ നാളുണ്ടാവില്ല. അടുക്കളയിലും ഒന്നാന്തരം തിരുത്തലും തിരക്കുണ്ടാവും. ഭക്ഷണം വേണ്ടതല്ല. അപ്പൊ ആധിദൈവികമായ ദുഃഖങ്ങൾ, ആധ്യാത്മികമായ ദുഃഖങ്ങൾ. എന്താ ആധ്യാത്മികം? ശരീര, മന, ഇന്ദ്രിയ ദുഃഖങ്ങളാണ്. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഭാരമാണ്. വേറെ എവിടെയാണ് നമ്മുടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പൂർണ്ണമായി ഇവിടെ ഉള്ളാൻ പറ്റുന്നില്ല. ഇത് ആധ്യാത്മികമായ ദുഃഖമാണ്. നമ്മുടെ ഈ പറയുന്ന സ്പിരിച്വൽ ദുഃഖമല്ല. നാം സ്പിരിച്വാലിറ്റിയിലേക്ക്, ആധ്യാത്മികതയിലേക്ക് പ്രവേശിച്ചിരിക്കാൻ ദുഃഖമില്ല. നമ്മളെ ഇപ്പോഴും ദുഃഖങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാം ആധ്യാത്മികതയിലേക്ക് പ്രവേശിച്ചില്ല. ഭഗവാന്റെ ആവേശദേവന്റെ ജീവിതം മാത്രം ഒന്ന് പരിശോധിക്കൂ. ലീലാമൃതം വായിക്കണം. ഭഗവാന്റെ ജീവിതം അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നു. ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നു. സങ്കടം കൊണ്ടല്ല. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒരു ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു നാമം കേൾക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ടോ? നമ്മുടെ കണ്ണിൽ കൂടെ കുടുംബാമം കണ്ണീര് വരാറുണ്ട്. എന്താണ്? ഓണമൊപ്പം എടുത്ത് കഴിച്ചില്ല, വെറുതെ പോയതല്ല. അറിയില്ല എങ്ങോട്ട് ഞാൻ ലോകിക്കാനറിയാം.
എവിടെ തിരിഞ്ഞാലും ഒരു ലോട്ടറി എടുക്കാമെന്ന് വെച്ചാൽ ആൾ തിരിഞ്ഞാണ് കേരളത്തിൽ അല്ലേ? നമ്മുടെ കണ്ണിലൂടെ ചുരുക്കാൻ കണ്ണി വരാറുണ്ട്. ഭഗവാന്റെ നാമം കേട്ടിട്ട് കരയാറുണ്ടോ? ഭഗവാന്റെ നാമം കേട്ടിട്ട് ചിരിക്കാറുണ്ടോ? നമ്മുടെ തലച്ചോറിലെ ആനന്ദം എന്ന അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഭാഗം സെൻട്രിക് നോക്കാണ് എന്റെ പേര്. നമുക്ക് ആനന്ദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല ചിക്കൻ ബിരിയാണി വേണം. നമുക്ക് ആനന്ദം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് നല്ല മദ്യം കിട്ടണം. കോളേജിൽ ചോദിച്ചാൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചാൽ അവൻ പറയും സ്റ്റിക്കർ വേണം. അപ്പൊ സ്റ്റിക്കറാണ് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. വേണമെങ്കിൽ 2-3 ദിവസം ആനന്ദത്തിന് 6 ആളാണ്. ഒരു നാമം ലഭിക്കണം. നോക്കൂ, അവിടെ എല്ലാം ആനന്ദത്തിന് ഉപാധിയുണ്ട് അല്ലേ? ഒരാൾക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയാലേ ആനന്ദം ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് മദ്യം കിട്ടിയാലേ ആനന്ദം ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് മയക്കുമരുന്ന് കിട്ടിയാലേ ആനന്ദം ഉണ്ടാവുള്ളൂ. ഇനി ചിലർക്ക് ആദ്യം പറഞ്ഞ അയൽക്കാരുടെ തല ചക്കങ്ങളാൽ ആനന്ദം ഉണ്ടാവും. വേറൊന്ന് മുടിഞ്ഞുള്ള ഭയങ്കര ആനന്ദമാണ് അല്ലേ? പക്ഷെ അവിടെ ഉപാധിരഹിതമായി നമുക്ക് ആനന്ദം ഉണ്ടാകാൻ ഒരു വഴിയുണ്ട്. അതാണ് ഭക്തി യോഗം. ഒരു ഉപാധിയുമില്ല, ഒരു ഉപാധിയുമില്ലാതെ നമ്മുടെ മനസ്സിൽ ആനന്ദം കവിഞ്ഞൊഴുകുന്നുണ്ടോ? ഭഗവാൻ രാമൻ ചില കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജനിച്ചിട്ട് 1-2 ദിവസം ഉണ്ടായിട്ടുള്ളൂ. ആ കുട്ടികൾ ചിരിക്കുന്നുണ്ട്. ആനന്ദം ഉണ്ടാവുക എന്താ ഉപാധിയാണ് ആ കുട്ടിയെ ചിരിപ്പിച്ചത്? ഗർഭസ്ഥ ശിശു ചിരിക്കാറുണ്ട്. തിരികെ കോമഡി കണ്ടാണോ ചിരിക്കുന്നത്? അല്ല, ഉപാധിരഹിതമായ ആനന്ദമാണ്. കാരണം അവൻ ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് ഈ ലൗകികത്തിൽ മുഴുകുമ്പോൾ അവന്റെ ഈ ആത്മാനുഭൂതിയുടെ ഓരോ ജനവാദിനും അടയുകയാണ്. ഈ ജനവാദികളൊക്കെ തുറന്നു കിടക്കാൻ അവൻ അമ്മയുടെ വഴി കിടക്കുമ്പോൾ ഭൗതികത്തിലേക്ക് വരുന്നതിന് മുന്നേ നിരുപാധികമായ ആനന്ദം അനുഭവിക്കുക. അതുകൊണ്ടാണ് ശൈശവ സഹജമായ ആനന്ദം എന്നൊക്കെ പറയുന്നത്. ഭഗവാന്റെ ഒരു നാമം കേൾക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചിരിക്കാനോ കരയാനോ കഴിയണം. പ്രധാനപ്പെട്ട നടത്തുന്നത് ജപിക്കുമ്പോ നമ്മൾ പൂജാമുറി സമയം ചെലവഴിക്കുന്നതെന്ന് കരുതുന്നു. അങ്ങനെ ജപിക്കുമ്പോൾ ഒരു ഭജന പാടുമ്പോൾ കണ്ണ് നിറയാറുണ്ടോ? പരിശോധിക്കുക, ആത്മപരിശോധന നടത്തുക. നമ്മുടെ തലച്ചോറിലെ ഈ പറഞ്ഞ സെൻട്രിങ്ങിൽ ചില രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുന്നത്. ഈ രാസപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഉപാധിയും ഇല്ലാതെ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിന്റെ പേരാണ് അനുഭൂതി, ഈശ്വരാനുഭൂതി. ഇത് വട്ടല്ല കേട്ടോ. വട്ടന്മാരൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അടങ്ങിട്ടോ, വെറുതെ പൊട്ടി കലയുന്നു. ഇത് പ്രാർത്ഥന ലഹരിയാണ്. ഭക്തി ലഹരി, മദ്യലഹരി പോലെ, മയക്കുമരുന്ന് ലഹരി പോലെ നമുക്കിങ്ങനെ പെട്ടുപോകുന്ന മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ പെട്ടുപോകുന്നവനെ നമുക്ക് ഈ നിരുപാധികമായ പണച്ചെലവൊന്നുമില്ലാത്ത ഭക്തി ലഹരിയിൽ തുടരാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ സർവ്വവിടാവും ഈ സംഭവിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഞാനിവിടെ വന്നു, രാവിലെ വന്നു, ഞാൻ അവിടെ ആ ബ്രഹ്മകുമാരീസ് അവരുടെ ആ ശിവലിംഗ ദർശനത്തിന് പോയി. എനിക്ക് സന്തോഷം തോന്നി. കണ്ണിനെ കുളിർമ, അതുപോലെ കാതിന് കുളിർമ. എന്താണ് അവിടെ ഒരു സ്ത്രീ, എനിക്കതിൽ ആരാണല്ലോ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കും. നമ്മൾ എത്ര പേരെ ചെലവഴിക്കാറുണ്ട്? ആ പറയുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് എത്രത്തോളം ബോധ്യമുണ്ടെന്നുള്ള കാര്യം ഇല്ലാതെ നമ്മൾ ഈ സനാതന ധർമ്മത്തെ അവരെന്റെ കാവിൽ പറയാറുണ്ടോ? എന്തിനു പറയണം? ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിന് വേണ്ടി തന്റെ ഇടയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവനാണ് നല്ല ഇടയൻ. നമുക്ക് നല്ല ഇടയനാകാൻ കഴിയണം. ആ അർത്ഥത്തിൽ ഭാഗവതവും നാരായണനും ഒക്കെ ഈ ഭക്തിയുടെ വഴിയിലേക്ക്, ഈ ആത്മശുദ്ധിയുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി അവരാട്ടും തുപ്പും പുച്ഛിക്കും പരിഹസിക്കും. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന വിചാരത്തോടുകൂടി. കാരണം ഇത് എന്റെ മാത്രം മോക്ഷത്തിന്റെ വഴിയല്ല, ഈ സമൂഹത്തിന്റെ, ഈ ആത്മത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ മോക്ഷത്തിന്റെ
ബോധ്യം നമുക്കുണ്ടോ? കടന്നതായി ഇല്ല എന്ന് മാത്രമല്ല, നാരായണീയ പാരായണ സമിതികൾ തമ്മിലുള്ള മത്സരങ്ങൾ എത്രയൊക്കെ എനിക്കറിയാം. കുശുമ്പ് കുന്നായ്മ സ്പർദ്ധ അടിച്ച് തിരിഞ്ഞ അതിനുണ്ടായിരുന്നല്ലേ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ കോഴിക്കോട് കേസരി ഭവൻ, ചാലക്കുടിലുള്ള കേസരി ഭവൻ വലിയ സാംസ്കാരിക കേന്ദ്രമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങള് ഒരു സരസ്വതിയെ മുൻനിർത്തി കന്യാകുമാരി ദേവിയുടെ ശ്രീലകത്തുനിന്ന് ജ്യോതി പകർന്ന് ആദ്യ ആരതി നിർവഹിച്ച കൃഷ്ണശിലാമർപ്പിതമായ ഒരു സരസ്വതി കേരളത്തിലൂടെ 4 ദിവസം യാത്ര ചെയ്ത് പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ആരതി ഏറ്റുവാങ്ങി ആ കേസരിയുടെ ഭൂമുഖത്ത് പ്രതിഷ്ഠ കൊള്ളുന്നത്. താന്ത്രിക വിധിപ്രകാരമല്ല, സന്യാസ വിധിപ്രകാരമാണ്. ആർക്കും വരാം, എപ്പോഴെങ്കിലും പൂജിക്കാം, ഏത് തരത്തിലും ഹാരം ചാർത്ത, വിളക്ക് കൊളുത്താതിരിക്കാം. ഇതാണ് അവിടുത്തെ സംവിധാനം. അപ്പൊ അവിടെ നവരാത്രി സംഘോത്സവം തുടങ്ങാൻ പോവുകയാണ്. 1-ാം തീയതി മൂകാംബികയിൽ എല്ലാ വർഷവും അടികലരാറുണ്ട്. ഞങ്ങൾ വിളിക്കാറുണ്ട്. അദ്ദേഹം ആ സമയമാകുമ്പോൾ അദ്ദേഹം ഉണ്ടാവും, അദ്ദേഹം വരും, ആ സരസ്വതിക്ക് പൂജ ചെയ്യുന്നു. ലോകാരാധനായ ആ ആചാര്യൻ ഈ സരസ്വതിയെ പൂജിക്കാൻ വേണ്ടി വരികയാണ്. 1-ാം തീയതി വൈകുന്നേരം മഹാസരസ്വതി പൂജ നടക്കുക. സമയം തോന്നിക്കൊണ്ടൊക്കെ വരാതിരിക്കുക പറയുന്നത്. തുടർന്ന് 3-ാം തീയതി കേരള ഉദ്ഘാടനം ചെയ്യുകയാണ് നവരാത്രി സംഘോത്സവം. 10 ദിവസം നിലനിൽക്കുന്ന പ്രമുഖരായ ധാരാളം കലാകാരന്മാരും പ്രഭാഷകരും എല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ സാംസ്കാരിക സംഗമം. ഞാൻ വിശദീകരിക്കുന്നതല്ലേ, ഞാൻ പറഞ്ഞു വന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടത്തുമ്പോൾ പരിസര പ്രദേശത്തുള്ള കുറച്ച് സ്ത്രീകളുണ്ട്. അല്ല, ഈ പരിപാടിയുടെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം നാരായണ വായിച്ചോട്ടെ, നല്ല കാര്യമില്ല. ഇവിടെ ടൈം ഷെഡ്യൂൾ കുറച്ച് ടൈറ്റാണ്, അതനുസരിച്ച് വായിക്കണം. കുറച്ച് കഴിയുമ്പോൾ ലളിത സഹസ്രനാമം കൊടുക്കുള്ളൂ. ഞങ്ങൾ വായിച്ചു, നല്ല കാര്യമല്ലേ, വായിച്ചോളൂ. അങ്ങനെ 1-ാം വർഷം വായിച്ചു. 2-ാം വർഷം നോക്കപ്പോൾ 2 നാരായണീയവും പാടുന്നത്. 1-ാം നാരായണീയം പാടുന്നത് മറ്റൊരു ത്യാഗമാണ്. ഞാൻ ആദ്യം ഒഴിച്ചാലല്ലോ ഞങ്ങൾ അടിച്ചിരിക്കും. അപ്പൊ അവരുടെ നാരായണീയം വേറെ നാരായണീയമാണ്. ഇതൊക്കെയാണ് കഥകളല്ല. സർവപീഡാഭക്തിയെന്ന മോട്ടോ ആത്മവാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദുഃഖം പരിഹരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന പുതിയ ദുഃഖങ്ങൾ ചെന്നുകൊള്ളുകയാണ്. മറ്റൊന്ന് സ്റ്റേജിക്കാൻ പാടില്ല. അതിന് മുമ്പ് ഞാൻ കൂടെ സ്റ്റേജ് വരികയാണ്. ഏത് ഭക്തിയാണ്, എന്താണ് ഭക്തിയാണ്? അപ്പൊ ഇതിന്റെ ഭക്തിയിൽ പോലും അഹങ്കാരമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാനെന്ന ആളും ഭക്തി ചെയ്യുകയാണ്. ചതുർവിധാ ഭജന്തേമാം ജനാ സൗന്ദര്യോജന ആത്മോ ജിജ്ഞാസുരത്ഥാർത്തി ജ്ഞാനീച ഭരതർഷഭ. ഇതിൽ പറയുന്ന 7-ാം അധ്യായം. ആരാണ് എന്നെ ഭജിക്കുന്നത്? 3 തരത്തിലുള്ളവരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതർ, നമുക്ക് ആവശ്യത്തിന് ദുഃഖമില്ലാത്തവർ, എല്ലാം ഭൗതിക ദുഃഖങ്ങളാണ്. ആർക്കെങ്കിലും ഭഗവാനെ കിട്ടിയില്ല എന്നുള്ള ദുഃഖമുണ്ടോ? അങ്ങനെ വളരെ രാഷ്ട്രീയ നിങ്ങൾ കയ്യിൽ കോടി, അമ്മ പറയും, മതാപമാണെന്ന് പറയും, നിങ്ങൾ കോടിക്കണക്കിന് കണ്ണീരാണ് കൊടുക്കുന്നത്. ഭഗവാന് വേണ്ടി ആരെങ്കിലും കണ്ണീർ കൊടുക്കാറുണ്ട്? എനിക്ക് ഭഗവാനെ കാണാൻ കഴിയില്ലല്ലോ. രാമകൃഷ്ണദേവൻ ഭഗവതി മഹാഭദ്രകാളിയുടെ മുമ്പില് ആ കാളി വിപത്തിൽ പോയാൽ ആ ഗംഗയുടെ തീരത്ത് രാസമയിലേക്ക് പടന്നു കൊടുത്ത ഒരു കാളി ക്ഷേത്രമുണ്ട്. ഒരു 6 വീടുള്ള ഭദ്രകാളിയിൽ കരികൽ വിഗ്രഹമുണ്ട്. അതിന്റെ മുന്നിൽ പോയി ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോ, ഹേ ജഗദംബികേ, ഇന്നും നീ എനിക്ക് ദർശനം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന രാമകൃഷ്ണദേവൻ കാര്യത്തെക്കുറിച്ചല്ല, ബന്ധുക്കളെ കുറിച്ചല്ല, പണത്തെ കുറിച്ചല്ല ലഭിച്ചത്. ആ ശ്രീകോവിലിന്റെ തറയിൽ മുഖം കുറച്ച് ചോര കുടിയുന്നതുവരെ നിലവിളിക്കുന്ന രാമകൃഷ്ണദേവൻ അവസാനമാണ് ഭഗവാന്റെ കയ്യിലെ ആ നാന്തകത്തിന് കടമെടുത്തു. ഇനിയും നീ എനിക്ക് ദർശനം തരുന്നില്ലെങ്കിൽ ഇതാ പിടിച്ചു എന്റെ തലാപോലെ കണ്ടിക്കാൻ തുടങ്ങിയാണ് കയ്യേക്ക് പിടിച്ചത്. ആര്? അവിടെ സെക്യൂരിറ്റിക്കാരനല്ല, സാക്ഷാൽ ഭഗവതി. ആ നിമിഷം മുതൽ രാമകൃഷ്ണദേവന് സദാ പ്രത്യക്ഷയായിരുന്നു ഭഗവതി. ഞാൻ ആ ശ്രീലകത്തിൽ പോയി
പ്രതീക്ഷയാണ്. ആ ചരിത്രം വായിച്ചാൽ അവിടെ ആ ഗംഗയുടെ തീരത്ത് രാമകൃഷ്ണൻ വിശ്രമിക്കുന്ന മട്ടുപ്പോ ഉച്ചക്കല്ലേ കുറച്ച് സമയം കൂടിയതിനെ വിശ്രമിക്കും. ഒന്നും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ രാമകൃഷ്ണന് തോന്നുകയാണ് ഈ പടിക്കത്തിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കും. അദ്ദേഹം ഇറങ്ങിയൊരു പുറമില്ല, ഇറങ്ങിയൊരു നോക്കുമ്പോ ഭഗവതി പടിക്കത്തിലിരിക്കുകയാണ്. പട്ടല്ലേ ഈ പറയുന്ന എനിക്ക് പട്ടല്ല, രാമകൃഷ്ണൻ കൊടുത്തതാണ് അല്ലേ? ഭഗവാനെ രാമകൃഷ്ണനെ ചില സുഹൃത്തുക്കൾ ഭക്തന്മാർ വിളിച്ചോണ്ടു അദ്ദേഹം ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. അദ്ദേഹം ഒരു വീട്ടിൽ വന്നാൽ അതൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കി കൊണ്ടുപോകും. അപ്പോ അങ്ങനെയുള്ള വീട്ടിൽ രാമകൃഷ്ണദേവൻ ചെല്ലുമ്പോ അവിടെ രാമകൃഷ്ണദേവനെ സ്വീകരിക്കാൻ വേണ്ടി വലിയ കസേരയുണ്ടോ? അപ്പോ അവിടെ രാമകൃഷ്ണദേവൻ ചെന്നിട്ട് പറയാണ്, ആ കസേര നോക്കി അദ്ദേഹം സംസാരിക്കണം. ആ ഇപ്പൊ നേരത്തെ ഇത് പച്ച സാരിയാണ് കൊടുത്തിരിക്കുന്നത്, ഇത് നീല സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ആര് അവരൊന്നും മാറിയില്ല, ഇത് വട്ടം ഭ്രാന്തൻ. അദ്ദേഹത്തിന് നമുക്ക് ഭഗവതി ഇരിക്കണം. ഇതിന്റെ പേരാണ് ഭക്തി. അതുകൊണ്ടാണ് രാമകൃഷ്ണൻ പറഞ്ഞത് ഭഗവാന്റെ ഒരു നാമം ജയിക്കുമ്പോ നിങ്ങളുടെ കണ്ണിലൂടെ കണ്ണീരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. നാരായണീയ പാരായണത്തിന് ഗ്രൂപ്പ് തിരിഞ്ഞ് മത്സരിക്കുന്നവരുടെ കണ്ണിലൂടെ കണ്ണീര് വരില്ല, ഒന്നും വരില്ല. ഇത് നമ്മള് ഭഗവാനെ മുൻനിർത്തി നടത്തുന്ന സർക്കസാമിക്കൊന്നും വരില്ല. അദ്ദേഹം നമുക്ക് വാഗ്ദാനം തന്നിട്ടില്ല, ഈ ലോകത്തിന്റെ പീഡകൾ മുഴുവൻ പരിഹരിക്കാൻ ഭഗവാന്റെ നാമമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോ, നമ്മളിത് വീണ്ടും പറയുമ്പോ ഭഗവാന് നമുക്കൊരു കുറച്ചൊരു വിശ്വാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അതേ ഗീത പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനായ സംഭവമാണ് യുഗേ. ഞാനിങ്ങനെ യുഗത്തോറും വരും, യുഗത്തോറുമല്ല. നമുക്ക് ഭഗവാന് വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം നിമിഷം തോറും വന്നിരിക്കും നമ്മളോടൊപ്പം. നിമിഷം തോറും വരും. അത് നമുക്ക് ബോധ്യമാണ്. ലോകത്തിന്റെ ദുഃഖത്തെ കുറിച്ച് പറയുന്നത് പരിഹരിക്കണം എന്ന് പറയുന്നു. ഭഗവാൻ തന്നെയല്ലേ പറയുന്നത്, നിങ്ങൾക്ക് ദുഃഖത്തിനൊരു അവകാശവുമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നമ്മുടെ ഏത് മൂർത്തി പറഞ്ഞത് ഇങ്ങനെ കൃത്യമായിട്ട് വിഷാദയോഗത്തിൽ നിൽക്കുന്ന അർജുനനെ, അല്ലേ, ഗീതയിലെ 1-ാം അധ്യായം വിഷാദയോഗമാണ്. വിഷാദയോഗത്തിൽ നിൽക്കുന്ന അർജുനനെ മോക്ഷ സന്യാസ യോഗത്തിലേക്ക് നയിച്ചവനാണ് കൃഷ്ണൻ. അങ്ങേയറ്റം ഡിസപ്പോയിന്റഡ്, നിരാശനായി ദുഃഖിതനായി നിൽക്കുന്ന അർജുനൻ, ആ അർജുനനെ മോക്ഷ സന്യാസത്തിന്റെ ഉപാധിരഹിതമായ ആനന്ദം, ഞാൻ ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ഉപാധിരഹിതമായ ആനന്ദത്തിലേക്ക് നയിച്ചവനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ നമ്മളോട് പറയുകയാണ്, ദുഃഖിക്കാൻ ഒരു അവകാശവുമില്ല. അവൻ ആരാണ്? ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതമാണ് കൃഷ്ണൻ. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതമാണ് കൃഷ്ണൻ. നമുക്ക് ബോധ്യമുണ്ടോ? എന്താണ് ജനനം? ബ്രഹ്മാവ്. എന്താണ് മരണം? ശിവൻ. ജീവിതം ഏതാണ്? വിഷ്ണു. മനസ്സിലായോ? ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതമാണ് കൃഷ്ണൻ. വിഷ്ണുവിനെ നമ്മൾ എന്തായിട്ട് കാണുന്നത്? സ്ഥിതിയുടെ മൂർത്തിയായിട്ടാണ്. ബ്രഹ്മാവ് സൃഷ്ടിയാണ്, ശിവൻ സംഹാരമാണ്. ജനനം അതാണ്, മരണം ഇതാണ്, ഇടയിൽ എന്താണുള്ളത്? ജീവിതം. ആ ജീവിതത്തെ എങ്ങനെ നയിക്കണം എന്നാണ് കൃഷ്ണൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചത്. ഇത് ഒരു രാസലീലയാക്കണം എന്നാണ് ഭഗവാൻ. ജീവിതം രാസലീലയാക്കണം. രാസലീല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് മാംസനിബദ്ധമായ ഒരു ജീവിതമാണ്. അല്ല, നിങ്ങൾ
മധുരയില് വൃന്ദാവനത്തിൽ ഉണ്ടാവും പലരും. കൃഷ്ണഭക്തരായതുകൊണ്ട് വൃന്ദാവനത്തിൽ ഉണ്ടാവും. അവിടെ യമുനയുടെ തീരത്ത് വൃന്ദാവനത്തില് ഇപ്പോഴും രാധയും കൃഷ്ണനും രാത്രിയിൽ രാസലീലയാകാൻ വരുമെന്ന് കരുതുന്ന വൃന്ദാവനത്തിലെ ഒരു പ്രദേശമുണ്ട്. അവിടെ ഇപ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹത്തിന് വേണ്ടി കട്ടിലൊരുക്കി വെക്കും. അതിൽ പട്ടുമെത്ത വിരിക്കും. പല്ലു തേക്കാനുള്ള ഈ കൊമ്പൊടിച്ചു വെക്കും. ഇതാണ് മരത്തിന്റെ കൊമ്പുണ്ടല്ലോ. അതിന്റെ കൊമ്പൊടിച്ചു വെക്കും. നമ്മളെല്ലാം മറ്റേ ബ്രഷാരോഗ്യത്തിന് പേര് കൊണ്ടത്. പാരി വെക്കുന്ന കൊമ്പൊടിച്ചു വെക്കും. കുടിക്കാൻ വെള്ളം എടുത്ത് വെക്കും. വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തേക്ക് ആരും പോകില്ല. ഇന്നും ഭഗവാൻ രാസലീല നടത്തുന്നതാണ്. ഈ രാസലീല എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്ന് നടത്തുന്ന നൃത്തമോ ഒന്നുമല്ല. അതെല്ലാം പ്രതീകാത്മകമാണ്. വാഴിന്റെ ദേവതയായ കൃഷ്ണൻ ജീവിതത്തെ ആനന്ദകരമായി നയിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടോ ശൗരി കണ്ണു വീരാണിഞ്ഞു ധീരനായ ചെന്താമരൻ കണ്ണു കരഞ്ഞിട്ടുള്ളൂ. കുചേലവൃത്തത്തിന് രാമകുമാരി പാടുകയാണ്. രാമകുമാരി ഭഗവൻ കരയാറില്ല. കൃഷ്ണൻ കരഞ്ഞിട്ടില്ല. അമ്മ അടിച്ചപ്പോൾ പോലും പുള്ളിക്ക് കള്ളക്കണ്ണീരാണ് പൊടിച്ചത് അല്ലേ? അമ്മ അടിച്ചപ്പോൾ പോലും പിടിച്ചു വെക്കുമ്പോൾ പോലും പുള്ളി കള്ളക്കണ്ണീരാണല്ലോ. കൃഷ്ണൻ കരഞ്ഞിട്ടില്ല. രാമപുരത്ത് എങ്ങോട്ടോ കണ്ണീരണിയോ? എവിടെ കണ്ണീരണിഞ്ഞ എവിടെയാ? വിശ്വപീഡാപഹർത്തി. കുചേലന്റെ ദുഃഖത്തിലാണ് അല്പമെങ്കിലും കൃഷ്ണ വിഷമം ഉണ്ടായതായി തോന്നിയത്. കുചേലൻ മഹാ കഷ്ടപ്പെടുത്തിന് നടന്നു വന്നപ്പോ എനിക്ക് അവര് തരാൻ വേണ്ടിയിട്ട് തോന്നി. കാരണം പുള്ളിയുടെ കണ്ണിലും പൊടി കണ്ണീർ നിറഞ്ഞോ എന്ന് കുചേലൻ സംശയം തോന്നുകയാണ്. ജീവിതം മുഴുവൻ നിറപുഞ്ചിരിയായിരുന്ന മൂർത്തിയാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം. ജനനം ദുഃഖകരമാണ്. ഒരു ചെക്കൻ, ഒരു പെണ്ണ് ഒരു മുഴുത്ത നിലവിലോടുകൂടിയാണ് ഭൂമിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ പറയും ഒരു കുട്ടി കരച്ചിലോടുകൂടി അല്ലാതെ വരുന്നില്ല. മരണം ഒരു മുഴുത്ത നിലവിളിയാണ്. ഇതിനിടയിലുള്ള ചിരിയാണ് ജീവിതം. ഇതിനിടയിലുള്ള ചിരിയാണ് കൃഷ്ണൻ. കണ്ണീര് കാണാത്ത ജീവിത കലയാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ കലയും കലാപവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് കൃഷ്ണൻ. ഉല്ലാസങ്ങൾ വായിക്കും. പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ ഈ നാദവിസ്മയത്തിലെ തന്നോടൊപ്പം നൃത്തമാണിക്കും. അതേസമയം വേണമെങ്കിൽ സുദർശനവും പ്രയോഗിക്കും. കലയും അറിയാം, കലാപവും അറിയാം. എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മൂർത്തിയാണ് കൃഷ്ണൻ. ഇന്ന് രാധാകൃഷ്ണ പ്രണയസങ്കല്പമൊന്നുമില്ല. ഇന്നുള്ളത് ഉമാന്തരം മാംസനിബദ്ധമായ അനുരാഗ പേറ്റുകൾ മാത്രം. അതുകൊണ്ടാണ് സിനിമാ താരങ്ങളെല്ലാം വലിയ കോടതി വരാതെ നിൽക്കുകയാണ്. ഇതൊരു മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും. മഹാഭാരതത്തിലെ കേരളം ഒരു പീഡനാലയമായി മാറിയിരിക്കും അല്ലേ? മദ്യാലയം മാത്രമല്ല, നയഗ്രന്ഥാലയം ഒരു പീഡനാലയമാണ്. മഹാഭാരതത്തില് ഭീഷ്മപിതാമഹൻ പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ഭരണം മാതൃകാപരമാണ് എന്ന് എപ്പോൾ പറയാം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അർദ്ധരാത്രിയിൽ പോലും സർവാഭരണ വിഭൂഷിതയായ ഒരു സുന്ദരിയായ സ്ത്രീക്ക് തെരുവിലൂടെ പീഡാഭയമില്ലാതെ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മാതൃകാഭരണമാണ്. അർദ്ധരാത്രി ആവണ്ട, നട്ടുച്ചയായിക്കോട്ടെ, ഒറിജിനൽ ഗോൾഡ് ആവട്ടെ, വില ഭയങ്കരമാണ്, ഗോൾഡ് ആയിക്കോട്ടെ, ധൈര്യമുണ്ടോ ഇന്ന് കേരളത്തിലെ തെരുവിലൂടെ പെണ്ണുങ്ങൾക്ക് നടക്കാൻ? ഇല്ല. അവിടെയാണ് കൃഷ്ണന്റെ മാതൃക. നിങ്ങളുടെ യുപിയില് അമ്പാടിയിലും വൃന്ദാവനത്തിലും ഒക്കെ യാത്ര ചെയ്യുമ്പോ അവിടുത്തെ ജനങ്ങൾ പരസ്പരം നമ്മളെ അഭിസംബോധന ചെയ്യുന്ന രാധേശ്യാമാണ്. കൃഷ്ണരാധ കൃഷ്ണരാധ എന്നല്ല പറയുന്നത്, രാധേശ്യാമാണ്. രാധയ്ക്ക് അവിടെ പ്രാധാന്യം കൂടുതൽ. രണ്ട് റിക്ഷകൾ തമ്മിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ എന്താ പറയുന്നത് ഇവിടെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇടുങ്ങിയ വഴി രണ്ട് വണ്ടികൾ നേരെ വന്ന ഡ്രൈവർമാർ എന്താണ് പറയുന്നത് ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷേ ഉത്തർപ്രദേശില് രണ്ട് വണ്ടികൾ നേരെ വന്നാൽ അവർ രാധേ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ രാധേശ്യാമെന്നാണ് പറയുന്നത്. സാക്ഷര രാക്ഷസന്മാർ തിങ്ങിപ്പാർക്കുകയാണ് കേരളത്തിൽ. സാക്ഷര രാക്ഷസന്മാർ തിങ്ങിപ്പാർക്കുകയാണ്. അവിടെ അത്രയും സാക്ഷരത്തില്ല.
അത്രയും സാക്ഷരതയില്ലാത്തതുകൊണ്ട് അവർക്ക് രാമേശ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിസംബോധന. അല്ലെങ്കിൽ വ്യാപരാന്ന് പറയും, കേരളത്തിലാണ് റബ്ബറെന്ന് പറയും, ചെറിയ വ്യത്യാസം. അപ്പൊ നമുക്ക് പ്രപഞ്ചത്തിന്റെ പീഡയെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമത്തെ ഒരു മധുര മിഠായി പോലെ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയണം. ഭഗവാൻ പരിസ്ഥിതിയെ എങ്ങനെ നോക്കി കാണണം എന്ന് ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ ഗോകുലത്തിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ നമ്മൾ ഈ മാതൃക കാണിച്ചു. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ നാമം എന്ന് പറയുന്നത് ഈ ലൗകിക പ്രപഞ്ചത്തിലെ ഈ ദുഃഖ സങ്കുലിതമായ സങ്കടപൂർണമായ ഈ പ്രപഞ്ചത്തിന് നമ്മെ താരണം ചെയ്യാൻ, ഇത് കടന്നു പോകാൻ സഹായിക്കുന്ന നാമത്തിന്റെ തോടിയാണ് ഭഗവാന്റെ നാമം. ആ ധാരണയോടുകൂടി നമുക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഇതുപോലെയുള്ള ആധ്യാത്മിക അന്തര്യോഗങ്ങള്, ഭാഗവത സപ്താഹങ്ങള്, നാരായണീയ സംഗമങ്ങള് ഒക്കെ നടത്താൻ കഴിയട്ടെ. ഇതുവരെ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ